അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോണത് എന്താണ് ഡാറ്റാബേസ് സ്കീമ എന്നാണ്. നമ്മൾ ഡാറ്റ മോഡൽസ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ഇനി നമ്മൾ പറയാനായിട്ട് പോണത് എന്താണ് ഡാറ്റ മോഡൽസ് എന്നാണ്. സോറി, ഡാറ്റ സ്കീമ എന്നാണ് നമ്മൾ പറയാനായിട്ട് പോണത്. ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഡാറ്റാബേസിൻ്റെ ഒരു ലോജിക്കൽ സ്കെൽട്ടനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഡാറ്റാബേസിൻ്റെ അതിൻ്റെ ഫുൾ ലോജിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വരച്ചിട്ടുള്ള ഒരു ഡയഗ്രം, അതാണ് ആക്ച്വലി ഡാറ്റാബേസ് സ്കീമ. ഇത്തരത്തിൽ നമ്മൾ വരച്ചെടുക്കുന്ന ഡയഗ്രത്തിനെ നമ്മൾ ഡാറ്റാബേസ് ഡയഗ്രം എന്ന് പറയുന്നു. അപ്പോൾ ആ ഡാറ്റാബേസ് ഡയഗ്രത്തിൽ എന്താണ് ഉണ്ടായിരിക്കുക? എൻറ്റയർ ഡാറ്റാബേസിലുള്ള എല്ലാത്തിൻ്റെയും ഒരു സ്കെൽട്ടൻ, അതിൻ്റെ ഒരു അസ്ഥികൂടം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ല. അതായത് അതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്കെൽട്ടൻ സ്ട്രക്ചറാണ് ശരിക്കും പറഞ്ഞാൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത്. ഈ ഒരു ഡാറ്റാബേസ് സ്കീമ കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാമർക്ക് വളരെ ഈസി ആയിട്ട് അയാളുടെ പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഡാറ്റാബേസ് സ്കീമയിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുക? അതായത് അതിലുള്ള ഫീൽഡുകളുടെ പേര്, എത്ര ടേബിൾസ് ഉണ്ട്, ആ ടേബിൾസ് ഒരു ടേബിള് മറ്റേ ടേബിളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണോ, അങ്ങനെയുള്ള ലിങ്കിങ്ങും കാര്യങ്ങളും ഒക്കെയും എന്താ പറയുക റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡയഗ്രമാണ് ആക്ച്വലി സ്കീമ ഡയഗ്രം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്കെൽട്ടൻ സ്ട്രക്ചറാണ്. ആ സ്കെൽട്ടൻ സ്ട്രക്ചറിൽ എന്താണ് മെയിനായിട്ട് ഉണ്ടായിരിക്കുക? ലോജിക്കൽ വ്യൂസിൻ്റെ ഒരു സ്കെൽട്ടൻ സ്ട്രക്ചറാണ് ആക്ച്വലി ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ സ്കീമയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? എത്ര ടേബിൾസ് ആണ് ആ ഡാറ്റാബേസിലുള്ളത്? ഞാൻ പറഞ്ഞിരുന്നു ടേബിൾസിനെ നമ്മൾ ഡാറ്റാബേസിൻ്റെ ടേമിൽ റിലേഷൻസ് എന്നാണ് പറയുക. എത്ര റിലേഷൻസ് ആണ് ആ ഡാറ്റാബേസിലുള്ളത്? അതിൻ്റെ മുഴുവൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കും ഡാറ്റാബേസ് സ്കീമയിൽ. അതിൽ തന്നെ ഒരു ടേബിൾ മറ്റൊരു ടേബിളുമായിട്ട്, അല്ലെങ്കിൽ ഒരു റിലേഷൻ മറ്റൊരു റിലേഷനുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കണോ, ആ ലിങ്കിങ്ങും കാര്യങ്ങളും എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഡയഗ്രമാണ് ആക്ച്വലി ഡാറ്റാബേസ് സ്കീമ ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ അപ്പോൾ അത് എന്താണ് പ്രോഗ്രാമേഴ്സിന് അത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കോഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്, ഈ ഒരു സ്കീമ ഡയഗ്രം ഉണ്ടാക്കി കൊടുക്കുന്നത് ഡാറ്റാബേസ് ഡിസൈനേഴ്സ് ആയിരിക്കും. അത് ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആയിട്ടുള്ള, അതായത് ജാവ ഡെവലപ്പർ പോലുള്ള ആളുകളുടെ കയ്യിൽ അത് എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അവർക്ക് നല്ലൊരു ഒരു യൂസർ ഇൻ്റർഫേസ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ഡയഗ്രമാണ് ആക്ച്വലി ഡാറ്റാബേസ് സ്കീമ ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ ഒരു ഡാറ്റാബേസ് സ്കീമ ഡയഗ്രത്തിൻ്റെ ഒരു രൂപം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതൊരു സ്കീമ ഡയഗ്രം ആണ്. ഇപ്പോൾ ഇതിൽ എത്ര റിലേഷൻസ് ആണ് കാണിച്ചിട്ടുള്ളത്? 3 റിലേഷൻസ് ആണ്. ഒന്നാമത്തെ റിലേഷൻ്റെ പേര് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ എന്നാണ്, രണ്ടാമത്തത് ഓൺലൈൻ മീഡിയ, മൂന്നാമത്തത് പ്രിന്റ് മീഡിയ. ഓക്കെ, ഇങ്ങനെ 3 റിലേഷൻസ് ആണ്. ഈ മൂന്നും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻസ് ആണ് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായില്ല? അതായത് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ പ്രിന്റ് മീഡിയയുമായിട്ട് കണക്റ്റഡ് ആണ്, പ്രോഡക്റ്റ് ഇൻഫർമേഷൻ ഓൺലൈൻ മീഡിയയുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഈ കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പ്രോഡക്റ്റ് ഇൻഫർമേഷനുള്ള ഏതെങ്കിലും ഒരു ഫീൽഡ് എവിടെ ഉണ്ടായിരിക്കും? ഓൺലൈൻ മീഡിയയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ സെയിം വേ പ്രോഡക്റ്റ് ഇൻഫർമേഷനിലുള്ള ഏതോ ഒരു ഫീൽഡ് എവിടെയുണ്ട്? പ്രിന്റ് മീഡിയയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പ്രോഡക്റ്റ് ഇൻഫർമേഷനിൽ ഇപ്പോൾ അവർ കാണിച്ചിട്ടുള്ള ഫീൽഡുകൾ, ഒരുപാട് ഫീൽഡുകളുണ്ട്. ആ ഫീൽഡുകളോട് ഉദ്ദേശിക്കുന്നത് കോളം ഉണ്ടല്ലോ, കോളത്തിൻ്റെ ഹെഡിങ്ങുകളാണ് കേട്ടോ. അതായത് ടേബിൾ നമുക്ക് അറിയാലോ, കോളം റോ സ്ട്രക്ചറാണ്. ഓരോ കോളത്തിനും ഓരോ ഹെഡിങ്ങുകൾ ഉണ്ടായിരിക്കുമല്ലോ. ആ ഹെഡിങ് ആണ് ഈ ഫീൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഫീൽഡാണ് പ്രോഡക്റ്റ് ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വേറെയും ഫീൽഡുകൾ ഉണ്ട്, അത് എക്സെട്ര ആയിട്ട് കൊടുത്തിട്ടാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഐ ഡി എന്തിലും ഉണ്ടായിരിക്കണം? ഓൺലൈൻ മീഡിയയിൽ ഉണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ ഈ ഒരു ടേബിളും രണ്ടും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ, കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ആ പ്രോഡക്റ്റ് ഐ ഡി എവിടെ ഉണ്ടായിരിക്കണം? പ്രിന്റ് മീഡിയയിലും ഉണ്ടെങ്കിൽ മാത്രമേ പ്രിന്റ് മീഡിയയും പ്രോഡക്റ്റ് ഇൻഫർമേഷനും കണക്റ്റഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൂടാതെ പിന്നെ എക്സ്ട്രാ കുറേ ഫീൽഡുകളൊക്കെ വരും. ഈ ഫീൽഡുകൾ കൊടുക്കുന്നതിനനുസരിച്ച് ഇത്രയും എന്തുണ്ടായിരിക്കും? അതിൽ കോളംസ് ഉണ്ടായിരിക്കും എന്നാണ് മീനിങ്. ഓക്കെ, അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർക്ക് ഈസി ആയിട്ട് ഇത്രയും ഫീൽഡുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു യൂസർ ഇൻ്റർഫേസും അവർക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ചെറിയൊരു വ്യൂ കാണിച്ചിട്ടാണ്, അതായത് ഒരു ടേബിൾ രണ്ടെണ്ണമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. നമ്മൾ സാധാരണ നിങ്ങളൊക്കെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊക്കെ ഒരുപാട് ഈവൻ 35-40 ടേബിൾസ് ഉണ്ടായിരിക്കും. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ സ്റ്റേജ് ആയിട്ടാണ് നിങ്ങളത് ചെയ്യുക. ഓക്കെ, അത് നിങ്ങൾ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. സംഭവം ഇങ്ങനെയാണ്. ഇത്തരത്തിലൊരു സ്കീമ ഡയഗ്രം നിങ്ങൾ പെന്നുകൊണ്ടോ പെൻസിൽ കൊണ്ടോ വരച്ച് നിങ്ങളൊരു ഡെവലപ്പർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഡാറ്റാബേസിൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു ഐഡിയ എന്താണെന്നുള്ളത് കിട്ടാനായിട്ട് ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ റിലേഷൻസ് തമ്മിലുള്ള കണക്ഷൻസ് കാണിക്കുന്ന ഡയഗ്രമാണ് ആക്ച്വലി സ്കീമ ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എൻറ്റയർ ഡാറ്റാബേസിൻ്റെ സ്കീമ ഡയഗ്രം നമുക്ക് വരക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത് മെയിനായിട്ട് 2 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്.
ഒന്നാമത്തേതാണ് ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ, രണ്ടാമത്തേത് ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമ. ഇങ്ങനെ രണ്ട് തരത്തിൽ ഡാറ്റാബേസ് സ്കീമേനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ, അതേപോലെ തന്നെ എന്താണ് ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമ. ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്കീമ ഡയഗ്രത്തിൽ മെയിനായിട്ട് അവരുടെ സ്റ്റോറേജ് ഡീറ്റെയിൽസ് മാത്രമാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഡാറ്റ ടൈപ്പ്, അല്ലെങ്കിൽ എവിടെ ഇത് സ്റ്റോർ ചെയ്യുന്നു, സെക്കൻഡറിയിലാണോ അതോ പ്രൈമറി മെമ്മറിയിലാണോ, അതല്ലെങ്കിൽ ഫയലായിട്ടാണോ സ്റ്റോർ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻഡിസസ് ആയിട്ടാണോ സ്റ്റോർ ചെയ്യുന്നത്, അറേ ആയിട്ടാണോ സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനെ സ്റ്റോറേജ് ഡീറ്റെയിൽസ് മാത്രമാണ് നമ്മളുടെ സ്കീമ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ നമ്മൾ ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറയും. ഓക്കെ, സ്റ്റോറേജ് മീഡിയത്തിന് മാത്രം നമ്മൾ സ്കീമ ഡയഗ്രാം ആക്കി വരക്കുകയാണെങ്കിൽ അത് എന്ത് സ്കീമയാണ്? ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമയാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ് സ്റ്റോറേജും കാര്യങ്ങളൊന്നുമല്ല, കറക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്, അതായത് ടേബിളർ റെപ്രസെൻറ്റേഷൻ, ആ ടേബിൾസ് മറ്റതുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു, ആ ടേബിളിലെ ഡാറ്റ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ, അങ്ങനെ ലോജിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നമ്മൾ നേരത്തെ കണ്ടില്ലേ അതെന്താണ്, ഒരു ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമയാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ഈ ഒരു സംഭവം, ഇതൊരു ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമാണ്. കാരണം നമ്മളവിടെ സ്റ്റോറേജ് ഒന്നുമല്ല കാണിച്ചിട്ടുള്ളത് അല്ലേ. എങ്ങനെയാണ് ആ ടേബിളിൻ്റെ ഒരു ലോജിക്ക്, എങ്ങനെയാണ് ഒരു ടേബിൾ മറ്റൊരു ടേബിളുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, അതാണ് നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നേ കണ്ട ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നത് ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമയ്ക്ക് എക്സാമ്പിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ, അതായത് ടേബിൾസും മറ്റൊരു ടേബിൾസും അവർ തമ്മിലുള്ള ഫീൽഡുകളൊക്കെ തമ്മിലുള്ള കണക്ഷൻസ് കാണിക്കുന്ന ഡയഗ്രത്തെയാണ് നമ്മൾ ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നോക്കൂ, ജസ്റ്റ് നമുക്കത് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു ഡയഗ്രാം ആക്കി കാണിച്ചിട്ടാണ്. ഇവിടെ ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ എവിടെയാണ് നമ്മളുടെ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, നമുക്കറിയാം എവിടെയാണ്, കമ്പ്യൂട്ടറിലുള്ള മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ മെമ്മറി റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള ഡയഗ്രത്തിനെ നമ്മൾ ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീം കണ്ടോ, അവിടെ ഫിസിക്കലാണ്, ഇത് സ്റ്റോറേജ് മീഡിയ ആണ് ഈ റൗണ്ട് ആയിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ, സ്റ്റോറേജ് മീഡിയ ആണ്. ആ സ്റ്റോറേജിൻ്റെ ഉള്ളിലാണ് എന്ത് ഉള്ളത്, നമ്മൾ ഈ ടേബിൾസും കാര്യങ്ങളൊക്കെ ഉള്ളത് അല്ലേ. നമ്മൾ ടേബിൾസും കാര്യങ്ങളും അവിടെ എവിടെയും കിടക്കുകയല്ല, നമ്മളുടെ മെമ്മറിയിലുള്ള ഡാറ്റാബേസിൻ്റെ ഉള്ളിലാണ് ഈ ടേബിൾസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ മെമ്മറി, ആ ഒരു സ്റ്റോറേജ് മീഡിയം കാണിക്കുന്നത് ഏത് ഫോർമാറ്റിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് അത് കാണിക്കുന്നതാണ് ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ലാസ്റ്റാണ് നമ്മൾ ഫിസിക്കൽ സ്കീമ. ലോജിക്കൽ സ്കീമ എവിടെയാണ് വരുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ, ആ ടേബിൾ മറ്റുള്ളവർക്ക് എങ്ങനെ വ്യൂ ചെയ്യുന്നു, മറ്റുള്ളവർ എങ്ങനെ ആ ടേബിളിനെ അപ്ഡേറ്റ് ചെയ്യുന്നു, അപ്പോൾ കുറച്ചും കൂടെ എക്സ്റ്റേണൽ യൂസേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ലോജിക്കൽ സ്കീമ ഉള്ളത്. ഓക്കെ, മനസ്സിലായില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ അവർ ഡയഗ്രാം ആക്കി കാണിച്ചു തന്നിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ V1 V2 V3 എന്ന് പറയുന്നത് ഒരുപാട് വ്യൂവേഴ്സ് നമ്മുടെ ഡാറ്റാബേസിന് അറ്റാക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് അവർ എങ്ങനെ ലോജിക്കൽ സ്കീമ വഴിയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്, ഫിസിക്കൽ സ്കീമിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ലോജിക്കൽ സ്കീമ എന്ന് വെച്ചാൽ ടേബിൾസ് ആണ്, ടേബിൾസ് എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്, ഡാറ്റാബേസിലാണ്, ആ ഡാറ്റാബേസിൽ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടാണ് തിരിച്ച് ആ വ്യൂവേഴ്സ് അത് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കാണുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കൽ സ്കീമ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, സ്റ്റോറേജ് മീഡിയം റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ലോജിക്കൽ സ്കീമ എന്ന് പറയുന്നത് എവിടെയാണ് മെയിനായിട്ട് റിലേറ്റഡ് ടു റിലേഷൻസ്, ടേബിൾ അതേപോലെ തന്നെ ടേബിൾ വാല്യൂസ് അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള സ്കീമയാണ് ലോജിക്കൽ സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതാണ് രണ്ട് ടൈപ്പ് ഓഫ് സ്കീമാസ്, ഒന്ന് ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ, ഒന്ന് ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമ. അടുത്തത് എന്താണ് ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് ആ പേര് പോലെ തന്നെ ഒരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ ഡാറ്റാബേസിൽ ഉള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയാം. ഒരു പെർട്ടിക്കുലർ ടൈം, ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ നമ്മൾ സമയം 11:49 ഈ 11:49 AM ടൈമിൽ കറൻ്റ് ആയിട്ട് ഇപ്പോൾ ഡാറ്റാബേസിൽ ഉള്ള വാല്യൂസ് എന്താണോ അതിനെയാണ് നമ്മൾ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയുക. നമ്മൾ സാധാരണ നിങ്ങൾ HTML ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എടുത്തിട്ടില്ലേ, എന്താ പറയുക, നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാറില്ലേ, വിച്ച് മീൻസ് അപ്പം റൺ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂ ആണ് നമ്മൾ എടുത്ത് വെക്കുന്നത് അല്ലേ, സ്നാപ്ചാറ്റ് എന്ന് പറയും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിലും നമ്മൾ പറയുന്നത് എന്താണ്, ഒരു പെർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് കിട്ടുന്ന ഡാറ്റാബേസിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിനെ, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ ഡാറ്റാബേസിലുള്ള വാല്യൂസിനെയാണ് ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 11:49 കഴിഞ്ഞു, 11:52 AM ഞാൻ നോക്കുകയാണെങ്കിൽ വാല്യൂ മാറിയിട്ടുണ്ടായിരിക്കും അല്ലേ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡാറ്റാബേസ് ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഡാറ്റാബേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ 11:49 ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഇട്ടു, ഒരു 11:50 ഒക്കെ ആകുമ്പോൾ വീണ്ടും ഞാൻ അതിന് പോയിട്ട് ഒരു 500 രൂപ ഞാൻ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ എൻ്റെ ടേബിളിലവിടെ മാറ്റം വന്നു. അപ്പോൾ 11:59 നമ്മൾ നോക്കുമ്പോൾ ഡാറ്റാബേസിലുള്ള വാല്യൂ സെയിം ആയിരിക്കുമോ? ഇല്ല, മാറ്റം വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അതേപോലെ തന്നെ ഓരോ സമയങ്ങളിൽ എന്താ പറയുക, ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഡാറ്റാബേസിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നെന്താണ് ഡാറ്റാബേസ് സ്കീമ എന്താണ്, അത് രണ്ട് ടൈപ്പിലുണ്ട്, ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ ആൻഡ് ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമ. ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ്, സ്റ്റോറേജ് മീഡിയം റിലേറ്റഡ് ആയിട്ട് നമ്മൾ വരയ്ക്കുന്ന സ്കീമ ഡയഗ്രത്തിന് നമ്മൾ ഫിസിക്കൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നു. ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുമ്പോൾ ലോജിക് റിലേറ്റഡ്, വിച്ച് മീൻസ് ടേബിൾസ് തമ്മിലുള്ള കണക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ നമ്മളതിനെ ലോജിക്കൽ ഡാറ്റാബേസ് സ്കീമ എന്ന് പറയുന്നു. അടുത്ത നമ്മൾ ഡാറ്റാബേസ് ഇൻസ്റ്റൻസസ് ആണ്, വിച്ച് മീൻസ് ഒരു പെർട്ടിക്കുലർ
ടൈം ഇൻ്റർവെല്ലിൽ അല്ലെങ്കിൽ ടൈമിൽ ഡാറ്റാബേസിലുള്ള വാല്യൂസിനെയാണ് നമ്മൾ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നന്നായിട്ട് നോക്കിയിട്ട് ലെക്ചർ നോക്കിയിട്ടൊക്കെ എഴുതുക കേട്ടോ.